പ്രജിതേ, ഈ പറയുന്ന രീതിയിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം, പിന്നെ ഇറാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഇസ്രയേൽ ആക്രമിച്ചു എന്നൊക്കെ പറയും. പക്ഷേ ഈ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ, ഇന്ത്യയിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഇസ്രയേലിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ഇറാന് ഭയങ്കരമായി പ്രാധാന്യം കൊടുക്കുന്നു. അത് ചേട്ടൻ പറഞ്ഞാലും ഒരു തിരുത്തും കൂടി പറയാൻ തോന്നുന്നു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്റർനാഷണലി ഉള്ളതും ചിലരങ്ങനെയാണ്. ചില ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് നമുക്കറിയാലോ. ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അല്ല, നമ്മുടെ നാട്ടിലുള്ള കാര്യം പോലും വെച്ച് നോക്കിയാൽ നമുക്കറിയാം, ചില വിഭാഗങ്ങളോട് പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ മമതയാണ്. അപ്പോൾ ഈ ആദ്യത്തെ അടി എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയോ മറ്റോ ആണ് അടി പൊട്ടുന്നത്. അടി പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നത്. അതെ, ഇസ്രയേൽ ആക്രമിക്കുന്നത്. അപ്പോൾ അവരുടെ നതാൻസ് ആണവ പ്ലാന്റ് ഉൾപ്പെടെയുള്ളവയാണ് ആക്രമിക്കുന്നത്. അതെ, അതിന് ആണവ ചോർച്ചയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആ പ്ലാൻ അവർ വെച്ചതും. മാത്രമല്ല, അവരുടെ 6 ആണവ ശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ ആണവ ശാസ്ത്രജ്ഞരുടെ തലയുണ്ടല്ലോ, ആ പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്നത് അതിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. IRGCയുടെ മേധാവിനെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഖൊമേനിയുടെ ഉപദേഷ്ടാവിനെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നാടിൻ്റെ സൈനിക മേധാവിയുണ്ട്, അവരെയും ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പുറത്ത് വിടാൻ തന്നെ കുറേ സമയം പിടിച്ചു. അടിച്ചു തകർത്തു, ഇസ്രയേൽ ആക്രമിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ച് കുറച്ചധികം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതായത് വെറുതെ ഇരുന്ന ഒരാളെ കയറി അങ്ങ് അടിച്ചു എന്നുള്ള രീതിയിലേക്കാണ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ഇത് കഴിഞ്ഞ് ഇത്രയും പേര് കൊല്ലപ്പെട്ട വാർത്തയൊക്കെ വന്നു. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയും നല്ല കനത്ത രീതിയിലുള്ള അടി ഇസ്രയേൽ ഇറാന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവർ ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിച്ചു എന്ന് പറയുന്നു. ആ ഒരു വാർത്തയാണ് ഭയങ്കര പ്രോമിനൻസ്. അതെ, ചിലര് നമുക്ക് കമന്റ് ഒക്കെ വരുന്നുണ്ട്, നിനക്കൊക്കെ എന്തറിയാം, അമ്മച്ചി അമ്മാവനും കൂടെ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ആ കമന്റ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം അതെ, ആ പ്രതികരണമല്ല, അത് നമുക്ക് കുറച്ചുകൂടെ ഉഷാറ് തരും, ഊർജം തരും. കാരണം നമ്മൾ ആരും ഒരു കാര്യം കൂടെയുണ്ട്. ആരും പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ നോക്കാൻ പറഞ്ഞു. നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല നോക്കുന്നത്, ഒരു വേർഷം മാത്രം നമുക്ക് നോക്കിയിട്ട് ലോകപത്രങ്ങൾ നോക്കുന്നുണ്ട്. അതെ, അതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, പല മാധ്യമങ്ങളും നോക്കുന്നുണ്ട്. പല മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ ചുരുങ്ങിയ സമയമാണ് സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ പല സ്ഥലത്തും നമ്മൾ എടുക്കുന്നതാണ്. അത് എടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്തല്ല മറുഭാഗം, എല്ലാ ഭാഗവും ചേർത്ത് വെച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ, ബലിസ്റ്റിക് മിസൈലുകൾ, അവയുടെയൊക്കെ ലോഞ്ചറുകൾ ഇതെല്ലാം തന്നെ തകർത്തിട്ടുണ്ട്. ഇറാനിലെ ഉന്നത രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെയും അവർ തീർത്തിട്ടുണ്ട്. അതായത് പുതുതായി ചാർജ് എടുത്ത് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവർ തീർത്തിട്ടുണ്ട്, ഇസ്രയേൽ തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇത് വരുമ്പോഴേക്കും അതൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് കിട്ടുന്ന വിവരം നമ്മൾ ചിലപ്പോൾ ഈ വാർത്ത അപ്പാവുമ്പോഴേക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, മേ ബി. എന്തായാലും ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ 2300 കിലോമീറ്റർ അകലെ, അതായത് 1430 മൈൽ അകലെയുള്ള വടക്ക് കിഴക്കൻ ഇറാനിലെ മഷാദ് വിമാനത്താവളമുണ്ട്. അവിടെ വെച്ച് ഇറാനിയൻ ഒരു വിമാനം ഇന്ധനം നിറക്കിയായിരുന്നു. ആ വിമാനം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ മധ്യ ഇറാനിലെ ഉപരിതല മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളുമൊക്കെ ആക്രമിച്ചു എന്നുള്ളത് IDF ആണ് അറിയിക്കുന്നത്. IDF അപ്പോൾ ഉള്ള വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ച മിസൈൽ ആക്രമണമൊക്കെ നടക്കാതിരിക്കാൻ ഷെൽട്ടറുകൾക്ക് തന്നെ സമീപം തുടരാനാണ് IDF ഹോം ഫ്രണ്ട് കമാൻഡ് ഇസ്രയേലികളോട് ആവശ്യപ്പെട്ടത്. കാരണം പ്രിക്കോഷൻ എടുക്കണം. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, ഇത് നമുക്ക് അനിവാര്യമായതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നമ്മൾ നടത്തിയത്, ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇല്ല
തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ജൂതന്മാർ ഈ ലോകത്തില് വളരെ കുറച്ച് ഉള്ള ജനവിഭാഗമാണ് ജൂതന്മാർ ആ ലോകത്ത് മുഴുവനായിട്ടും. അതിൽ തന്നെ വളരെ കുറച്ച് ജൂതന്മാരെ ഇസ്രയേലിലുള്ളൂ. ആ ഇസ്രയേലും കൂടി ഇല്ലാതെയായാൽ പിന്നെ നമ്മളില്ല. അപ്പോൾ അത് ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അതുപോലെ തന്നെ ഇസ്രയേലികളോട് മാത്രമല്ല ഇറാനിയൻ പൗരന്മാരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം, സുരക്ഷിതമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെ നേരെയല്ല, സിവിലിയൻസിനോട് നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷയങ്ങളുമില്ല. ഞാൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളിയായ ഒരു മാഡത്തോട് ഇവിടുന്ന് PG സുരേഷ് കുമാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അപ്പൊ അലാം വരും അവർക്ക്. അലാം വരുമ്പോൾ ഇവര് സുരക്ഷിത സ്ഥാനത്തേക്ക് അവർ മാറും. അതിപ്പോ അലാം വരുന്നത് ചിലപ്പോൾ ഈ ബങ്കർ ആയിരിക്കില്ല, മറ്റൊരു വീട് തന്നെ ആയിരിക്കും. ഒരു ഏതാണ്ട് ഒരു കുറച്ച് ദൂരം മാത്രം വ്യത്യാസത്തിൽ ഇത് വന്ന് വീഴുന്ന സൗണ്ട് അവർക്ക് കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് പല വിഷ്വൽസ് ഒക്കെ അവിടെയുള്ള ഒരു വനിത നമുക്ക് യൂട്യൂബിലൂടെയൊക്കെ ഷെയർ ചെയ്ത് അവരുടെ ആ വീഡിയോസ് ഒക്കെ വലിയ വൈറലായിരുന്നു. അതെ, എന്തായാലും ഇസ്രയേൽ നടത്തിയ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ, അതായത് IRGC-യുടെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസമിയും ഡെപ്യൂട്ടി ആയിട്ടുള്ള ഹസൻ മൊഹാക്കിഗും കൊല്ലപ്പെട്ടതായിട്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഞായറാഴ്ച പറയുന്നുണ്ട്, പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം സ്ഥിരീകരിച്ചു. അതായത് നെതന്യാഹു ഈ കാര്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഗത്യന്തരമില്ലാതെ ഇറാനിയൻ മീഡിയ ഈ കാര്യം പുറത്തു വിടുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവർ പറയുന്നത്, IDF പറയുന്നത്, നമ്മെ നശിപ്പിക്കാൻ വർഷങ്ങളായി ഇറാൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭീഷണിയെ സാരമായി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപരവും അഭൂതപൂർവമായിട്ടുള്ള ഓപ്പറേഷനെ ആണിത്, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു ചില കാര്യങ്ങളും കൂടി ഈ ടെഹ്റാനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ തോതിലുള്ള മലിനജല അതല്ലാതെയുമുള്ള ജല പൈപ്പുകളൊക്കെ അവിടെയൊക്കെ ആ പൈപ്പുകളിലൊക്കെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മലിനജലവും അതല്ലാതെയുള്ള ശുദ്ധജലവും ഒക്കെ ഈ പൈപ്പുകളൊക്കെ പൊട്ടിത്തെറിച്ച് അവിടെ വലിയ പൈപ്പുകൾ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ മലിനജലം കൂടിയാകുമ്പോൾ അത് വലിയ വിപത്താണ്. അപ്പൊ പൈപ്പുകൾ എത്ര വലിയ പൈപ്പുകളാണ് ഈ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എത്ര വലിയ രീതിയിലാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, പോകാം. അവിടെ വെള്ളക്കെട്ട് പക്ഷെ ഏതെങ്കിലും രീതിയിൽ അത് ആളപായം ഉണ്ടാക്കാനുള്ള രീതിയാണോ എന്ന് നമുക്ക് അസുഖങ്ങൾ പിടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് സംഭവിച്ചപ്പോൾ ഇറാന് ഒരു സംശയം, ഇത് ഇസ്രയേൽ ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം കൂടി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഷിറാസിലുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുമൊക്കെ ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാനിൽ ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യങ്ങളിൽ ഒക്കെയും വ്യോമസേനാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഇസ്രയേൽ അതൊക്കെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി ഇറാനിയൻ മാധ്യമങ്ങളും പാർച്ചിനിൽ ഇസ്രയേലി ആക്രമണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ലക്ഷ്യം ഇവിടെ IPIS കെട്ടിടത്തിനുമൊക്കെ ഇവരുടെ ആക്രമണം ഉണ്ടാവുകയും കേടുപാടുകൾ വന്നതായിട്ടുമൊക്കെ ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വക്താവ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, മരണനിരക്ക് ഉയരുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 224 ഉയർന്നിട്ടുണ്ട്. അതിൽ 90% സാധാരണക്കാരാണെന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളമാണ് എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇറാൻ ആദ്യഘട്ടത്തിൽ പുകമറ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സിവിലിയൻസ് ഇല്ലാതെയായി എന്ന് പറയുമ്പോൾ അത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഈ പാകിസ്ഥാനിൽ നമ്മൾ ആക്രമണം നടത്തിയപ്പോൾ അവർ പറഞ്ഞതും അവരുടെ മതപഠന കേന്ദ്രങ്ങളൊക്കെ തകർത്തു അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇവർക്ക് അങ്ങനെ ഒരു നുണ പറഞ്ഞ് കാര്യം നേടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ എന്തായാലും സിവിലിയൻസ് ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ കൃത്യമായുള്ള മാധ്യമങ്ങൾ എത്ര തന്നെ മറച്ചു പിടിച്ചാലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ട് ഇറാനെതിരെയുള്ള അടി തന്നെ കിട്ടിയത് തന്നെയാണ്, അതെ അല്ലേ?